ബിഗ് ബോസ് പുത്തൻ പ്രൊമോ. അതേ കൂട്ടുകാരെ, ആ ഒരു നോമിനേഷനുള്ള 13 പേര് അതിൽ ആര് വാഴും, ആര് വീഴും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പ്രൊമോയില് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബിന്നിയും നമ്മുടെ നൂറയും തമ്മില് പൊരിഞ്ഞ വഴക്ക് അതിനിടയിൽ നടക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ബിഗ് ബോസ് അറിയിപ്പും കൊടുക്കുന്നുണ്ട്. ഈ 13 പേരിൽ ആരായിരിക്കും വീഴാൻ പോകുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ സ്വന്തം ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അല്ലേ? ആ ഒരു വിധിയെഴുത്ത് നടക്കുന്ന ഒരു നിമിഷം. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു നേരം വെച്ചുള്ള ഒരു വോട്ടിങ്ങില് നമ്മുടെ അനുമോൾ തന്നെയാണ് ഏറ്റവും ടോപ്പ് എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ അനീഷ്, പിന്നീട് നമ്മുടെ ആദില, അക്ബർ, ആര്യൻ എന്നിവർ തന്നെയാണ് ഏറ്റവും ടോപ്പ്. ഏറ്റവും ടോപ്പ് നമ്മുടെ അനുമോൾ തന്നെ. ഏറ്റവും കുറവ് വോട്ട് നമ്മുടെ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം മസ്താനിക്കാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് ലക്ഷ്മിക്കാകാനും സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്മി കുറച്ച് ദിവസം മുന്നേ നമ്മുടെ നൂറയ്ക്കും ആദിലയ്ക്കും എതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിരുന്നു അല്ലെ? അതില് പലരും നമ്മുടെ ലക്ഷ്മിയെ വെറുക്കുകയുണ്ടായി. കാരണം അവർ നല്ല മാന്യമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട് അല്ലെ? അവര് സൊസൈറ്റിയിൽ ഇറങ്ങാൻ പാടില്ലാത്തവരോ സ്വന്തം വീട്ടിൽ കയറ്റാത്തവരോ അത് അവരുടെ ഒരു കുഴപ്പമായിട്ടൊന്നും ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല അല്ലെ? അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞത് തികച്ചും തെറ്റായ ഒരു കാര്യം തന്നെയാണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി ആ ഒരു കാര്യങ്ങളൊക്കെ അവരെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആദില ഭയങ്കര സങ്കടത്തോടുകൂടി അവരെ നോക്കുന്നുണ്ട് ട്ടോ. ഒന്നും പറയുന്നില്ല. പക്ഷെ ഒന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു നോട്ടം അത് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും കുടുങ്ങി കിടപ്പുണ്ട് എന്നുള്ളതാണ് ഒരു വലിയൊരു സംഭവം തന്നെ അല്ലേ? അത് നമ്മുടെ ആദിലയ്ക്കും നൂറയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഗുണം തന്നെ ചെയ്യും അല്ലേ? അപ്പൊ നമ്മുടെ ലക്ഷ്മി, നമ്മുടെ മസ്താനി ഇവരിലൊക്കെ ആരെങ്കിലുമൊക്കെ തന്നെ പോകാനായിരിക്കും സാധ്യത കൂടുതൽ. പിന്നെ അഭിലാഷ്, പ്രവീൺ ഇവർക്കാണ് ഏറ്റവും കുറവ് വോട്ട് നമ്മുടെ മസ്താനിക്കൊപ്പം ഉള്ളത് കേട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ലാലേട്ടൻ ആരെയൊക്കെ പൊരിച്ചടക്കും? അതാണ് നമുക്ക് അറിയേണ്ടത് കൂടുതലായിട്ടും അല്ലേ? കാത്തിരുന്ന് തന്നെ കാണാം ട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.